ഇത്തരം തെറ്റുകൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ആവർത്തിക്കാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ അവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. മീഡിയാസ് വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള ചില ബോഡി ലാംഗ്വേജസ് ഉപയോഗിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ നല്ലൊരു വാർത്ത, വളരെ നല്ല രീതിയിലുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു ചാനൽ വാർത്ത, അപ്പോൾ അർജുനായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും നമസ്കാരം. ഹൈ ഫ്രണ്ട്സ്, അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം സജിത് വിശ്വ ഫ്രം സജിത് ഭക്തൻ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ മീഡിയ പ്രവർത്തനത്തിനെ കുറിച്ചാണ്. തൊട്ടു മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. നാട്ടിൽ ഓരോരോ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, നമ്മളെ സോഷ്യൽ മീഡിയകളൊക്കെ. അപ്പോൾ ഒരു നേരം പോക്കിന് ഒഴിവ് സമയങ്ങൾ അല്ലെങ്കിൽ വിശ്രമ സമയങ്ങൾ ചെലവഴിക്കുന്നവരായിരിക്കും അധികം പേരും ജോലിയില്ലാത്ത ദിവസങ്ങൾ അല്ലെങ്കിൽ അസുഖമായിട്ട് ഒരു വിശ്രമിക്കുന്നൊരു സന്ദർഭത്തിലൊക്കെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുക ഈ സോഷ്യൽ മീഡിയയിലായിരിക്കും. സോഷ്യൽ മീഡിയ ഉദ്ദേശിക്കുന്നത് ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ഒക്കെ തന്നെ. പിന്നെ യൂട്യൂബിൽ നല്ല കാഴ്ചകൾ, വാർത്തകളൊക്കെ കാണുന്ന സ്വഭാവക്കാരായിരിക്കും, അല്ലെങ്കിൽ ചാനൽ വാർത്തകളൊക്കെ കാണുന്നവരായിരിക്കും അധികം പേരും. അപ്പോൾ കൂടുതൽ പേര് അല്ലെങ്കിൽ ടി വിയിൽ, മുമ്പൊക്കെ ടി വിയിലായിരുന്നു കൂടുതലും, ഇപ്പോൾ അത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള കാണുന്ന രീതിയിലേക്ക് വന്നു. പത്രം വായനയൊക്കെ കുറഞ്ഞു വരുന്നൊരു സാഹചര്യമാണ്. എന്തായാലും മാധ്യമപ്രവർത്തനത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ ഞാൻ അതിൻ്റെ ഒരു കോഴ്സൊക്കെ പാസ്സായിട്ട് നിങ്ങളുടെ മുന്നിൽ പറയുന്നതല്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ അവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. മീഡിയാസ് വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള ചില ബോഡി ലാംഗ്വേജസ് ഒക്കെ ഉപയോഗിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ നല്ലൊരു വാർത്ത, വളരെ നല്ല രീതിയിലുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു ചാനൽ വാർത്ത, അപ്പോൾ അർജുനായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുക ഇടവന്നു. അപ്പോൾ അത് വളരെയധികം വിശദമായിട്ട് ആ തുടക്കം മുതൽക്ക് ഉള്ള അത്രയും ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു വാർത്തയാണ്. പക്ഷേ മാധ്യമപ്രവർത്തകൻ അത് റിപ്പോർട്ട് ചെയ്ത രീതി എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം ഉപയോഗിച്ച ബോഡി ലാംഗ്വേജ്, ആ കർണാടകയിലെ ഒരു ചായക്കട, ആ പുഴയുടെ സമീപത്തുള്ള അവിടെ ഇരിക്കുന്ന രീതിയിലൊക്കെ അതിൻ്റെ ഒരു എഡിറ്റ് വേർഷനാണ് ചെയ്തിരിക്കുന്നത്. അത് ഒരു ക്രിയേഷൻ പോലെ. അപ്പോൾ അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തൻ്റെ ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ചതിൽ തുറന്നു പറയുകയാണെങ്കിൽ തന്നെ ഒരു ചാനൽ റിപ്പോർട്ടർ, അതിൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, അദ്ദേഹം ആ ഒരു കാലിൻ്റെ മുകളിലേക്ക് മറ്റേ കാലമൊക്കെ കയറ്റി വെച്ച് സംസാരിച്ചപ്പോൾ അത്തരം വളരെ വിഷമം പിടിക്കുന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പം അങ്ങനെയുള്ളൊരു ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ചതിനെ കുറിച്ച് എനിക്ക് വളരെയധികം വിഷമം തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹം മാത്രമല്ല, എല്ലാ മാധ്യമപ്രവർത്തകരുടെയും ശ്രദ്ധയിലേക്ക് പറയുകയാണ്. നമ്മൾ സമയവും സാഹചര്യവും സന്ദർഭമൊക്കെ നോക്കിയിട്ട് വേണം. ഒരു സന്തോഷമുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഒരു വിഷമം പിടിച്ച ദുഃഖമുള്ള സാഹചര്യത്തിലുള്ള ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബോഡി ലാംഗ്വേജസിൽ പോലും ഒരു വാർത്ത കേൾക്കുന്ന ഒരു ശ്രോതാവ് അല്ലെങ്കിൽ അത് കാണുന്നയാൾ, അദ്ദേഹത്തിൻ്റെ ഒരു വികാരം, മാനസിക അവസ്ഥ, അദ്ദേഹത്തിനും അത് കാണുമ്പോൾ കാണുന്നയാൾക്ക് ഒരു അരോചകം തോന്നാത്ത രീതിയിൽ വേണം അത് റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനും സോഷ്യൽ മീഡിയയിലൊക്കെ നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്, യൂട്യൂബറാണ്. അപ്പോൾ ഏതായാലും ഇത് മറ്റുള്ളവരുടെ മീഡിയാസിനൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ, ഒരു കുടുംബത്തിൻ്റെ വിഷമത്തിൽ, അവരും പച്ചയായ മനുഷ്യന്മാരാണ്, മജ്ജയും മാംസവുമുള്ള വികാരങ്ങളുള്ള മനുഷ്യന്മാരാണ്. അവരുടെ ആ ഒരു സാഹചര്യത്തിൽ, അവരുടെ ദുഃഖത്തിൽ, വിഷമത്തിൽ, ആ ഒരു പ്രതീക്ഷയുടെ കാത്തിരിപ്പിൽ അവർക്കൊപ്പം നിൽക്കുമ്പോൾ നമ്മളെ ചലനങ്ങൾ പോലും അവരെ വിഷമിപ്പിക്കരുത്, നോവിക്കരുത്, ഹൃദയത്തിൽ കുത്തി നോവിക്കുന്ന രീതിയിൽ ആവരുത്. ഒന്നും എന്ത് പറയുകയാണെങ്കിലും ചെയ്യുകയാണെങ്കിലും വിവേകം ഉപയോഗിക്കണം മാധ്യമപ്രവർത്തകർ, അത് പത്രമായാലും ചാനലായാലും എന്ന് പറഞ്ഞുകൊണ്ട്
ഞാൻ കൂടുതൽ ഒന്നും അതിനെക്കുറിച്ച് ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും ഇത്തരം ഓരോ സാഹചര്യത്തിലും നമ്മൾ പ്രതികരണ ശേഷി ഉള്ളവർ ആണ്. ഏതായാലും ഒരുപാട് കമൻസും ആ ഒരു സൈബർ ആക്രമണമൊക്കെ നടന്നപ്പം ഒരുപാട് ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. ആ ഒരു തെറ്റ് ചെയ്തവർ ആരായാലും തന്നെ അവർ വളരെയധികം തെറ്റ് അവർക്കത് കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ അവർക്കത് തിരിച്ചറിവുണ്ടെങ്കിൽ ഇനിയും മനസ്സിലാകും. രണ്ടുപേര് ചേർന്ന് അവതരിപ്പിക്കുന്ന രീതി, അവതാരക അല്ലെങ്കിൽ അവതാരകൻ അല്ലെങ്കിൽ രണ്ട് അവതാരികന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിച്ച് പറയുന്ന രീതിയൊക്കെയാണ് ഇപ്പോൾ പുതിയ രീതിയിലുള്ള റിപ്പോർട്ടിംഗ്. പണ്ടൊക്കെ ദൂരദർശനമൊക്കെ ഉള്ള കാലത്ത് ഒരു നല്ല വാർത്ത വായിക്കുന്ന എത്രയോ നല്ല അവതാരകർ ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് അടങ്ങി ഒതുങ്ങി വായിക്കുന്നൊരു സമ്പ്രദായമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നല്ല, കാലത്തിനൊത്ത് ഓരോ മാറ്റങ്ങൾ ഈ ഒരു മാധ്യമ പ്രവർത്തന മേഖലയിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ആരെങ്കിലും ഒരാളെ കോപ്പി ചെയ്യുകയാണോ, അനുകരിക്കുകയാണോ, അതല്ല അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുകയാണോ, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള വല്ല ഒരു സിസ്റ്റമാറ്റിക് ഇതിനൊരു അടിസ്ഥാനപരമായ രീതി ഉണ്ടോ എന്നൊക്കെയുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഏതായാലും തുള്ളിച്ചാടി ചെയ്യേണ്ട കാര്യങ്ങളല്ല ചില സന്ദർഭങ്ങളൊന്നും. മറ്റുള്ളവരുടെ ചിന്തകളെ, മറ്റുള്ളവരുടെ വികാര വിചാരങ്ങളെ കൂടി മാനിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നിങ്ങളെ ആരെയും പഠിപ്പിക്കാൻ ഞാൻ വലിയ ഒരു മീഡിയ പേഴ്സണൊന്നുമല്ല. എന്നിരുന്നാലും ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിൽ, നിങ്ങളോട് സ്നേഹമുള്ളതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനിടവന്നത്. ചിരിച്ച് കളിച്ച് പെന്നൊക്കെ കറക്കിക്കൊണ്ട് സന്തോഷപൂർവ്വം റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം, അത്തരം പ്രോഗ്രാമൊക്കെ ഉള്ള സമയത്ത് നിങ്ങളങ്ങനെ ചെയ്തുകൊള്ളൂ, അത്തരം കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വിഷമം പിടിച്ച ഒരു സാഹചര്യത്തിൽ ഒരു വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പം അതിൻ്റെതായ മര്യാദകൾ, ഒരു മിനിമം സ്റ്റാൻഡേർഡെങ്കിലും കീപ്പ് ചെയ്യണം. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, അപ്പോൾ എത്രയോ നല്ല മീഡിയ, ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ അദ്ദേഹമൊക്കെ വളരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഈ സ്ത്രീകളായാലും പുരുഷന്മാരായാലും നമ്മളെ ഉറ്റുനോക്കുന്ന ഒരു വലിയൊരു ജനസമൂഹം, കോടിക്കണക്കിന് ആളുകളുണ്ട്. അവർക്ക് മുന്നിൽ നമ്മൾ വരുന്ന സമയത്ത് നല്ലൊരു അവതാരക അല്ലെങ്കിൽ അവതാരകൻ ആയിട്ട് വേണം. ഇപ്പം ആങ്കേഴ്സൊക്കെ വ്യത്യസ്തമായ രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഒരു മീഡിയ പേഴ്സൺ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം ശ്രദ്ധ അറിയിക്കുന്ന, ഒരു സമൂഹത്തോട് കടപ്പാടുള്ള, ഉത്തരവാദിത്തമുള്ളവരാണ്. അവരുടെ വാക്കുകൾ, മൊഴികൾ ജനങ്ങൾ അത് രണ്ട് കാതുകളും കൂർപ്പിച്ചുകൊണ്ട് കേൾക്കുന്നു. അവർ റിപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചകൾ കാണുന്നു. അതിലൊന്നും കൃത്രിമത്വം കാണിക്കരുത്. എഡിറ്റൊന്നും ചെയ്തിട്ട് കൃത്യമായിട്ടൊന്നും കാണിക്കാൻ പാടില്ല. മറ്റുള്ള മനുഷ്യൻ്റെ വേദനകളും നൊമ്പരങ്ങളും അവൻ്റെ ചിന്തകളുമൊക്കെ നിങ്ങൾക്കും ഇല്ലേ? ആ മാതാപിതാക്കളും സഹോദരന്മാർ ഒക്കെ നിങ്ങൾക്കുമില്ലേ ഒരു വീടും കുടുംബവും എന്ന് മറന്നു പോകാൻ പാടില്ല. ഈ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും ഇനി ഭാവിയിൽ ഇത്തരം മേഖലകൾ പ്രവർത്തിക്കുമ്പോൾ നല്ലത് ചെയ്യാൻ ഉള്ള ഒരു സൽബുദ്ധി ഉണ്ടാകട്ടെ എന്ന് ആ ഒരു പ്രപഞ്ചശക്തിയോട്, സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇത്തരം തെറ്റുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ആവർത്തിക്കാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മേലിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്തവണത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഐ ആം സജിത് വിശ്വാം ഫ്രം സജിത് ഭക്തൻ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.